അമേരിക്കൻ വിസ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഡിസംബർ 2-ന് മുമ്പ് ലഭിച്ച അപേക്ഷകൾക്ക് വേണ്ടിയുള്ള ജനുവരി 2026 US വിസ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. വിസ അപേക്ഷകർക്ക് ആവശ്യമായ രേഖകൾ നാഷണൽ വിസ സെന്ററിൽ സമർപ്പിക്കാനുള്ള അവസാന തീയതികളാണ് ഈ ബുള്ളറ്റിനിൽ പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് കാറ്റഗറിയിൽ വിസ ലഭിക്കാനുള്ള സമയം മെച്ചപ്പെട്ടു. മുമ്പ് 2022 മാർച്ച് 15 ആയിരുന്നു കട്ട് ഓഫ് ഡേറ്റ്. ഇപ്പോൾ 2023 ഫെബ്രുവരി 1 മാറിയിരിക്കുന്നു. മറ്റ് രാജ്യക്കാർക്ക് ഈ കാറ്റഗറിയിൽ വിസ ലഭിക്കുന്നതിന് നിലവിൽ തടസ്സങ്ങളില്ല. ഇന്ത്യക്കാർക്ക് എംപ്ലോയ്മെന്റ് ബേസ്ഡ് സെക്കൻഡ് പ്രിഫറൻസ് കാറ്റഗറിയിലും പുരോഗതിയുണ്ട്. കട്ട് ഓഫ് ഡേറ്റ് 2013 മെയ് 15 നിന്ന് 2013 ജൂലൈ 15 ഉയർന്നു. മറ്റ് രാജ്യക്കാർക്ക് ഈ കാറ്റഗറിയിൽ 2024 ഏപ്രിൽ 1 വരെ അപേക്ഷിക്കാം. എംപ്ലോയ്മെന്റ് ബേസ്ഡ് തേർഡ് പ്രിഫറൻസ് കാറ്റഗറിയിലെ സംബന്ധിച്ചും ഇന്ത്യക്കാർക്ക് നല്ല വാർത്തയുണ്ട്. കട്ട് ഓഫ് ഡേറ്റ് 2013 സെപ്റ്റംബർ 22 നിന്ന് 2013 നവംബർ 15 മുന്നോട്ട് പോയി. മറ്റ് രാജ്യക്കാർക്ക് ഈ കാറ്റഗറിയിൽ 2023 ഏപ്രിൽ 22 വരെ അപേക്ഷ സമർപ്പിക്കാം. ഇതുവരെ അതർ വർക്കേഴ്സ് എന്ന വിഭാഗത്തിലും ഇന്ത്യക്കാർക്ക് കട്ട് ഓഫ് ഡേറ്റ് 2013 സെപ്റ്റംബർ 22 നിന്ന് 2013 നവംബർ 15 വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് രാജ്യക്കാർക്ക് ഈ വിഭാഗത്തിൽ 2021 സെപ്റ്റംബർ 1 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫോർത്ത് പ്രിഫറൻസ് കാറ്റഗറിയിൽ കട്ട് ഓഫ് ഡേറ്റ് 2020 സെപ്റ്റംബർ 1 നിന്ന് 2021 ജനുവരി 1 മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫിഫ്ത്ത് പ്രിഫറൻസ് കാറ്റഗറിയിൽ വിസ ലഭിക്കാനുള്ള സമയം 2021 ജൂലൈ 1 നിന്ന് 2022 മെയ് 1 മുന്നോട്ട് പോയിരിക്കുന്നു. മറ്റ് രാജ്യക്കാർക്ക് ഈ കാറ്റഗറിയിൽ നിലവിൽ തടസ്സങ്ങളില്ല. കൂടാതെ EB-5 വിഭാഗത്തിലെ പ്രത്യേക വിഭാഗങ്ങളായ ഗ്രാമീണ മേഖല, ഉയർന്ന തൊഴിലില്ലായ്മയുള്ള പ്രദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെല്ലാം എല്ലാ രാജ്യക്കാർക്കും വിസ ലഭിക്കാൻ നിലവിൽ തടസ്സങ്ങളില്ല. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം 2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള വിസകളുടെ പരിധി 2,26,000 തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള വിസകളുടെ വാർഷിക പരിധി കുറഞ്ഞത് 1,40,000 ഓരോ രാജ്യത്തിനും വിസ ലഭിക്കുന്നതിനുള്ള പരിധി മൊത്തം കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതും തൊഴിലടിസ്ഥാനമാക്കിയുള്ളതുമായ വിസകളുടെ 7%. അതായത് ഏകദേശം 25,620 പേർക്ക് ഓരോ രാജ്യത്തിനും ലഭിക്കും. ആശ്രിത പ്രദേശങ്ങൾക്ക് ഇത് 2% അഥവാ 7,320 ആണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വെബ്സൈറ്റിൽ പറയുന്നതിനനുസരിച്ച് US-ൽ സ്ഥിരതാ അപേക്ഷകൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് പട്ടികയാണ് ഉപയോഗിക്കേണ്ടത്. ഈ തീയതികൾക്കനുസരിച്ചാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ മാറ്റങ്ങൾ അമേരിക്കൻ വിസ കാത്തിരിക്കുന്ന നിരവധി പേർക്ക് സഹായകമാകും. ഇന്ത്യയിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ജനുവരി 2026 വിസ ബുള്ളറ്റിൻ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് EB-1, EB-5 വിഭാഗങ്ങളിൽ ഉണ്ടായ മുന്നേറ്റം അപ്രതീക്ഷിതമായിരുന്നു. സാധാരണയായി ഈ വിഭാഗങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാവാറില്ല. EB-1 ഇന്ത്യ വിഭാഗത്തിൽ ഏകദേശം 10.5 മാസത്തെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് 2022 അപേക്ഷിച്ച പലർക്കും ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. EB-5 നിക്ഷേപകർക്കുള്ള ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് 2 വർഷത്തിലധികം മുന്നോട്ട് പോയി. 2024 മെയ് 1 ഇത് അമേരിക്കയിലുള്ള അപേക്ഷകർക്ക് അവരുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ വലിയ അവസരം നൽകും. EB-2, EB-3 വിഭാഗങ്ങളിൽ ചെറിയ പുരോഗതി ഉണ്ടായെങ്കിലും അത് വളരെ പരിമിതമായിരുന്നു. ഏകദേശം 2 മാസത്തെ മുന്നേറ്റമാണ് ഈ വിഭാഗങ്ങളിൽ ഉണ്ടായത്. ചില ഊഹാപോഹങ്ങൾക്കനുസരിച്ച് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. എന്നിരുന്നാലും തീയതികൾ പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോയത് ആശ്വാസകരമാണ്. നിങ്ങളുടെ ഗ്രീൻ കാർഡ് അപേക്ഷയുടെ മുൻഗണനാ തീയതി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ തീയതി ബുള്ളറ്റിനിലെ തീയതിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് സമർപ്പിക്കാൻ ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിക്കണമോ അതോ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ട് ഉപയോഗിക്കണോ എന്ന് USCIS അറിയിക്കും. ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കുടുംബാംഗങ്ങളെ ആശ്രയിച്ചുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അവ ഇപ്പോഴും പഴയ തീയതികൾ തന്നെ തുടരുകയാണ്. അതിനാൽ ഈ വിഭാഗത്തിലുള്ളവർക്ക് കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. എപ്പോഴും ഔദ്യോഗിക വിവരങ്ങൾക്കായി USCIS വെബ്സൈറ്റ് പരിശോധിക്കുകയോ ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ വിസ ബുള്ളറ്റിൻ ഇന്ത്യയിൽ നിന്നുള്ള പല അപേക്ഷകർക്കും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.